ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഫോർ ഗ്ലോബൽ ഓപ്പറേഷൻസ്. അതായത് ഗ്ലോബൽ ലെവലിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അത് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ്. ക്വാളിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ എന്താണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിന് നിങ്ങൾ എഴുതേണ്ടത് quality management is the act of overseeing different activities and tasks within an organization to ensure that products and services offered as well as means used to provide them as consistent. It helps to achieve and maintain desired level of quality within the organization. ഒന്നില്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ള ഈ ഒരു പോയിന്റും എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്താ, നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രൊഡക്റ്റോ സർവീസോ ആയിരിക്കാം ഓഫർ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ആ പ്രൊഡക്റ്റോ സർവീസോ ഓഫർ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല തരത്തിലുള്ള ആക്ടിവിറ്റീസും ടാസ്കും ഒക്കെ ആയിരിക്കും നടത്തുന്നുണ്ടാവുക. അതിനെല്ലാം മൊത്തത്തിലൊന്ന് നോക്കിക്കാണുകയും അതെല്ലാം കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ആൻഡ് ഡിസൈഡ് ലെവൽ ഓഫ് ക്വാളിറ്റി ഓർഗനൈസേഷനുള്ള നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് ആണ്, എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കണം. വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഓർഗനൈസേഷൻ്റെ മൊത്തം പ്രോസസ്സിനെ നമ്മൾ എപ്പോഴും നോക്കി കാണുന്ന ഒരു അവസ്ഥയാണ്. കാരണം എപ്പോഴും ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ നമ്മൾ അത്രയും ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്ലോബൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് ഇവിടെയാണ്. ആദ്യത്തേൽ വെറും നമ്മൾ ക്വാളിറ്റി മാനേജ്മെൻറ്റ് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഗ്ലോബൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ടു ദ പ്രോസസ് ആൻഡ് സിസ്റ്റം ഓർഗനൈസേഷൻ എംപ്ലോയ് ടു എൻഷുർ ദാറ്റ് ദെയർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് കൺസിസ്റ്റൻ്റ്ലി മീറ്റ് ഇൻ്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് റിഗാർഡ്ലെസ് ഓഫ് വേർ ദേ ആർ മാനുഫാക്ചർഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ്. ഒരു രാജ്യത്തിൻ്റെ ഏതൊരു സ്ഥലത്തും ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കാം, സർവീസ് ആയിരിക്കാം, അത് എവിടുന്ന് മാനുഫാക്ചർ ചെയ്താലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും അതിൻ്റെ കാലദേശങ്ങൾ ഒന്നും നോക്കാതെ തന്നെ കസ്റ്റമർ റിക്വയർമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ക്വാളിറ്റി അതിനുള്ള ക്വാളിറ്റി കൊടുക്കുന്നുണ്ടോ, ഇൻ്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ, കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് എന്ന് പറയുന്നത് ഗ്ലോബൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു. ഇതൊരു പ്രോസസ്സാണ്, സിസ്റ്റം ഓഫ് ഓർഗനൈസേഷനാണ്. അവിടെ അവരുടെ പ്രൊഡക്റ്റും സർവീസസും എന്താണോ കൊടുക്കുന്നത് കസ്റ്റമറിന് അത് എൻഷുർ ചെയ്യുക. അതിൽ ഇൻ്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതിനാണ് ഗ്ലോബൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കോമ്പോണൻസ് ആണ് ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ. അതിൽ 4 കോമ്പോണൻസാണ് വരുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഒന്ന് ക്വാളിറ്റി പ്ലാനിംഗ് ആണ്, രണ്ടാമത്തെ ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് ആണ്, മൂന്നാമത്തെ ക്വാളിറ്റി കൺട്രോൾ, നാലാമത്തെ ക്വാളിറ്റി അഷുറൻസ് ആണ്. അതിൽ ക്വാളിറ്റി പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. എന്താണ്, ആദ്യം നമ്മൾ ഒരു പ്രൊഡക്റ്റും സർവീസും കൊടുക്കുമ്പോൾ ഇതിലെല്ലാം വരുന്ന വേർഡ് ക്വാളിറ്റിയാണ്. പ്ലാനിങ്, ഇംപ്രൂവ്മെൻറ്റ്, കൺട്രോൾ, അഷുറൻസ്, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടല്ലോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ, ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ കൊടുക്കുമ്പോൾ അതിൽ ആദ്യം അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്താണ്, ആ പ്രൊഡക്റ്റിനോ സർവീസിനും പറ്റുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്താ നോക്കുക, അതെങ്ങനെയാണ് അത് മീറ്റ് ചെയ്യേണ്ടത് നോക്കുക. അതാണ് പ്ലാൻ ചെയ്യുക എന്ന് പറയും. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പർപ്പസ്ഫുള്ളി അത് ചേഞ്ച് ചെയ്യണം അല്ലേ, ആ പ്രോസസ്സിനെ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന സ്റ്റാൻഡേർഡ് കൊടുത്തുകൊണ്ട് നമ്മൾ തന്നെ പർപ്പസ്ഫുള്ളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണിത്. അങ്ങനെ വരുമ്പോൾ ഇംപ്രൂവ് ദ കോൺഫിഡൻസ് ഓർ റിലയബിലിറ്റി ഓഫ് ദ ഔട്ട്കം. നമുക്ക് എന്താണോ റിസൾട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണോ അതിൻ്റെ ആ റിലയബിലിറ്റിയും കോൺഫിഡൻസ് ഒക്കെ അത് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് അവിടെ കൊണ്ടുവരിക. പ്ലാൻ ചെയ്യുന്നു, അതുപോലെ നോക്കി നടത്തുന്നു, അതിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടിടും. അതിൻ്റെ നെക്സ്റ്റ് വരുന്നതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മൾ കറക്റ്റായിട്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരു എഫേർട്ട് അവിടെ എങ്ങനെ കൊടുക്കണം, ഓരോ പ്രോസസ്സും എല്ലാമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, റിലയബിൾ ആവുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം കിട്ടുന്നുണ്ട് എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് അതിനെ എന്ത് ചെയ്യണം, നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ആണ് ലാസ്റ്റ് പറയുന്നത്. ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ്. സിസ്റ്റമാറ്റിക് ആൻഡ് പ്ലാൻഡ് ആക്ഷൻസിലൂടെ നമ്മൾ ഓഫർ ചെയ്യുന്ന എന്താ, സഫീഷ്യൻ്റ് ആയിട്ട് റിലയബിലിറ്റി. ഏതൊരാൾക്കും വിശ്വാസത്തോടു കൂടി സമയബന്ധിതമായിട്ട് ആ ഒരു കാര്യം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. അതാണ് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഉറപ്പ് കൊടുക്കുക.
വിൽ മീറ്റ് ദ സ്പെസിഫൈഡ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ ഇന്നതാണ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ആ വ്യക്തി അത് യൂസ് ചെയ്യുമ്പോൾ ആ റിസൾട്ട് അവിടെ കിട്ടണം. സ്പെസിഫൈഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റണം. ആ ഒരു ഉറപ്പാണ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റിലൂടെ എന്നുള്ളതാണ്. അപ്പം ഇതാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്. സോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ പ്ലാനിങ് വന്നു, ഇംപ്രൂവ്മെൻറ്റ് വന്നു, കൺട്രോൾ വന്നു, അഷ്വറൻസ് വന്നു. ഇനി എന്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്നുള്ളത് നോക്കാം. ആ പ്രിൻസിപ്പിൾസിൽ പ്രധാനമായിട്ട് പറയുന്ന ഒന്നാമത്തെയാണ് കസ്റ്റമർ ഫോക്കസ് എന്ന് പറയുന്നത്. കസ്റ്റമർ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രൈമറി ഫോക്കസ് ഓഫ് എനി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താ? ടു മീറ്റ് ആൻഡ് എക്സീഡ് ദ കസ്റ്റമേഴ്സ് എക്സ്പെക്ടേഷൻ ആൻഡ് നീഡ്സ്. ഒരു കസ്റ്റമർ എന്താണോ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അവരുടെ നീഡ് എന്താണോ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ ഫോക്കസ് ചെയ്തിട്ട് അവരുദ്ദേശിക്കുന്നതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്യണത് ഗ്ലോബൽ കസ്റ്റമറുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങളും ഭാവിയിലേക്ക് അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ആവശ്യങ്ങളെയും നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യുക. അതാണ് അവിടെ നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആരെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്? കസ്റ്റമറെ ഫോക്കസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തത് പറയുന്നത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ്റെ സക്സസ്സും എങ്ങനെ അത് നയിക്കുന്നു, ആര് നയിക്കുന്നു എന്നതിലാണ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ലീഡർഷിപ്പ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, എല്ലാവരുമായിട്ടൊരു യൂണിറ്റി അത് കൊണ്ടുവരിക, വർക്ക് ഫോഴ്സും ഷെയർ ഹോൾഡേഴ്സും ഇടയിലൊക്കെ നല്ലൊരു യൂണിറ്റി കൊണ്ടുവരിക. അപ്പോൾ ലീഡേഴ്സിന് എപ്പോഴും എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ആയിട്ട് ഓർഗനൈസേഷൻ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അവർ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും. അതുവഴി അവരുടെ പ്രൊഡക്ടിവിറ്റിയും ലോയൽറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് കസ്റ്റമർ ആരാന്നുള്ളത് നോക്കുക, ഫോക്കസ് ചെയ്യുക. രണ്ടാമത്തത് നല്ലൊരു ലീഡർഷിപ്പ് കൊണ്ടുവരിക. മൂന്നാമത്തത് അവിടെ പറയുന്നത് എൻഗേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. ആളുകളെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുക. അതായത് സ്റ്റാഫ്, നമ്മളുടെ ഉദ്ദേശ കാര്യം ചെയ്തെടുക്കാനുള്ള സ്റ്റാഫ്, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, ഫുൾ ടൈം ആയിട്ട് സ്റ്റാഫിനെ വെക്കണോ, പാർട്ട് ടൈം വേണോ, പുറത്തുനിന്നാണോ നമ്മൾ ഹയർ ചെയ്യേണ്ടത്, അതായത് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ടൊരു കാര്യം ചെയ്തു തീർക്കാൻ റിക്വയർഡ് എത്ര നമ്പർ ഓഫ് സ്റ്റാഫ്സ് വേണം, അതിനെ ക്രിയേറ്റ് ചെയ്യാനും ഡെലിവർ ചെയ്യാനും ആ വാല്യൂ കൊടുക്കാനുള്ള സ്റ്റാഫ് അവിടെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അതിനാണ് എൻഗേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുക. അതിന് അവരുടെ കഴിവുകൾ, ഇംപ്രൂവ് ദെയർ സ്കിൽസ് ആൻഡ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാം. എംപ്ലോയീസിനെ എപ്പോഴും എംപവർ ചെയ്തുകൊണ്ടിരിക്കണം. അവരെപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യണം. അവരെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ വിജയങ്ങൾക്കൊപ്പം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാനും അവരുടെ അച്ചീവ്മെൻറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യുക. ആ ഓരോ ആളുകൾക്കും മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ ബെസ്റ്റ് പൊട്ടൻഷ്യൽ അവരിൽ നിന്ന് എടുക്കാൻ വേണ്ടി ചെയ്യാൻ അവരുടെ കോൺഫിഡൻസും മോട്ടിവേഷനും കൂട്ടിക്കൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എംപ്ലോയീസ് എപ്പോഴും ഹോളി ഇൻവോൾവ് ആയിരിക്കണം. അവർക്ക് ഒരു എംപവർ ഫീൽ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അവർ ചെയ്ത കാര്യങ്ങൾക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള പരിഗണന കിട്ടുന്നുണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യാം. നാലാമത്തത് പ്രോസസ്സ് അപ്രോച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? കസ്റ്റമർ ആരാന്ന് മനസ്സിലാക്കി. അതിനുശേഷം നല്ല ലീഡർഷിപ്പോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. മൂന്നാമത് നമുക്ക് എത്ര ആളുകളെ വേണം എന്നുള്ളത് എങ്ങനെ വേണം നോക്കി. ആൻഡ് ഇനി എന്ത് പ്രോസസ്സാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു കാര്യം നമ്മൾ എന്താ ആ ഗുഡ്സോ സർവീസോ നമ്മൾ കൃത്യമായിട്ട് കസ്റ്റമറിലേക്ക് എത്തി റിസൾട്ട് കിട്ടുന്നത് വരേക്ക് എന്ത് പ്രോസസ്സിലൂടെ അത് പോയാലാണ് നമ്മൾ ഈ ഒരു എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പ്രോസസ്സിന് എഫക്റ്റീവ്നെസ് കിട്ടുക എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ആ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് അപ്രോച്ച് എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഗുഡ് പ്രോസസ് റിസൾട്ട് ഇൻ ഇംപ്രൂവ്ഡ് കൺസിസ്റ്റൻസീസ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കൺസിസ്റ്റൻസി, സ്ഥിരത ഇംപ്രൂവ് ചെയ്യാൻ ഏത് നല്ല പ്രോസസ്സിലൂടെ കടന്നു പോകണം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ക്വിക്കറായിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്, പരമാവധി നമുക്ക് ചിലവ് കുറയ്ക്കാൻ സാധിക്കണം, വേസ്റ്റ് പരമാവധി റിമൂവ് ചെയ്യാൻ പറ്റണം, കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രോസസ്സാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനു വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അഞ്ചാമത്തത് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓർഗനൈസേഷനും എപ്പോഴും മുന്നോട്ട് വരുന്നത് എന്താണ്? അവർ ആക്റ്റീവ്ലി അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോഴാണ് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുക. ബിസിനസ് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യേണ്ടത് കണ്ടിന്യൂലി എക്സ്പീരിയൻസും ഇമ്പ്രൂവ്ഡ് പെർഫോമൻസ്, അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക, ഓർഗനൈസേഷൻ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവുക, ആൻഡ് എബിലിറ്റി ടു ആക്സെപ്റ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റി. എന്ത് ഓപ്പർച്യൂണിറ്റി മുന്നിൽ വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൊണ്ടുവരിക. ആൻഡ് ബിസിനസ് ഷുഡ് ബി ഏബിൾ ടു ക്രിയേറ്റ് ന്യൂ പ്രോസസ്സ്. ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യണം? പുതിയതായിട്ടുള്ള വഴികൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക, പുതിയ പ്രോസസ്സുകൾ ക്രിയേറ്റ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട്. ആൻഡ് അഡാപ്റ്റ് ടു ന്യൂ മാർക്കറ്റ് സിറ്റുവേഷൻ. പുതിയ മാർക്കറ്റ് എങ്ങനെയൊക്കെ മാറുന്നുണ്ടോ അതിനനുസരിച്ച് പിടിച്ച്
പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്കവിടെ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. ആൻഡ് ഇതാണ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ആറാമത്തെ പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ഡെസിഷൻ മേക്കിംഗ് ആണ്. എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഷുഡ് അഡോപ്റ്റ് എ ഫാക്ച്വൽ അപ്രോച്ച് ടു ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ് എപ്പോഴും നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്താണ്, അതിന് കൃത്യമായിട്ടുള്ള തെളിവോട് കൂടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഫാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഫാക്റ്റ് അപ്രോച്ച്, വെറുതെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുക എന്നല്ല, കൃത്യമായൊരു വസ്തുത അതിലുണ്ടായിരിക്കണം. ആൻഡ് ബിസിനസ് ദാറ്റ് മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ വെരിഫൈഡ് ആൻഡ് അനലൈസ്ഡ് ഡാറ്റ. നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്, നമുക്ക് കൃത്യമായിട്ടൊരു ഡാറ്റ കയ്യിലുണ്ടായിരിക്കണം. നമ്മുടെ മാർക്കറ്റ് പ്ലേസ് എന്താണോ അതിനെ മനസ്സിലാക്കുന്ന രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഡാറ്റകളായിരിക്കണം നമ്മുടെ കയ്യിലുണ്ടാവുന്നത്. ആ ഓരോ ഡാറ്റയിലെയും നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസിഷൻ എപ്പോഴും എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു they are able to perform tasks that produce desired result. ആൻഡ് അവരുടെ പാസ്റ്റ് ഡെസിഷൻ ഉണ്ടായിരിക്കും, ആ പാസ്റ്റ് ഡെസിഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നതും ഒപ്പം തന്നെ ഡിസൈഡ് റിസൾട്ടിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള പെർഫോമൻസാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഫാക്ച്വൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, യഥാർത്ഥ വസ്തുതാപരമായിട്ടൊരു ഡെസിഷൻ എടുക്കുക ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അത് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, പല പല കാര്യങ്ങൾ അതിൽ മിക്സ് ആവുന്നുണ്ട്, അതിൻ്റെയൊക്കെ കാരണവും അതിൻ്റെ റിസൾട്ട് നമ്മൾ അറിയണം. ആൻഡ് എക്സ്പ്ലെയിൻ പൊട്ടൻഷ്യൽ അൺഇൻറ്റൻഷണൽ റിസൾട്ട്സ് ആൻഡ് കോൺസിക്വൻസസ്. നല്ല കോൺസിക്വൻസസ്, അതിൻ്റെ എന്താണ് റിസൾട്ട് എന്താവും അറിയണം. നമ്മൾ അൺഇൻറ്റൻഷണൽ റിസൾട്ട്സുകൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇൻറ്റൻഷനലി ചെയ്യുന്നല്ല, ഇൻറ്റൻഷണൽ ആയിട്ടുള്ള നമുക്ക് റിസൾട്ട്സ് അവിടെ ഉണ്ടായിരിക്കാം. അപ്പോൾ കൃത്യമായ എവിഡൻസോട് കൂടിയിട്ട് വേണം ഡെസിഷൻ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഏഴാമത്തെ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ആണ്. എന്താണ് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, is about creating mutually beneficial relations with the suppliers and retailers. റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളിലൂടെ ബെനിഫിറ്റുകൾ കൈമാറാൻ സാധിക്കണം. അതായത് സപ്ലയർ ഉണ്ടാവും, റീറ്റെയിലർ ഉണ്ടാവും, ഇവരെല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവുകയും അതുവഴി ആ ഒരു ബിസിനസ് അവിടെ ഡെവലപ്പ് ചെയ്യുകയും അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ആ റിലേഷൻഷിപ്പിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആ കമ്പനിയുടെ പെർഫോമൻസിനെ ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ടാവാം. ഓർഗനൈസേഷൻ എപ്പോഴും നല്ല രീതിയിൽ അതിൻ്റെ സപ്ലൈ ചെയിൻ പ്രോസസ്സിനെ മാനേജ് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം റിലേഷൻഷിപ്പിനെ എന്നുള്ളതാണ്. അതിൻ്റെ സപ്ലയേഴ്സിനെയൊക്കെ അവരുടെ ഇമ്പാക്റ്റ് കമ്പനിയുടെ പെർഫോമൻസിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഓർഗനൈസേഷൻ അതിൻ്റെ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുക, അതിനോട് താല്പര്യം കാണിക്കുന്ന ആ പാർട്ടികൾ ആരൊക്കെയാണോ അവരെയൊക്കെ ആയിട്ടുള്ള ബന്ധം എപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരിക, അവരുമായിട്ട് സഹകരിച്ചിട്ട് സക്സസ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് പറയുന്നത്. സോ ദർ ആർ 7 ടൈപ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 പ്രിൻസിപ്പിൾസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പറയുന്നത് എത്ര ടൈപ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ടൈപ്സ് ഓഫ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് 4 ടൈപ്പാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഒന്ന് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അതായത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുമ്പം ഇത് സെറ്റ് ഓഫ് ബാർ എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ആൻഡ് അഗ്രീഡ് കോഡ്സ് ആൻഡ് പ്രാക്ടീസസ്. നമ്മൾ ഗ്ലോബലി ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ സർട്ടിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോ ഇൻ്റർനാഷണൽ ലെവലും ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർ പറയുന്ന ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ അവരുടെ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ISO 9001 9001 ഔട്ട്ലൈൻസ് റിക്വയർമെൻറ്റ്സ് ഫോർ കോംപ്രിഹെൻസീവ്. നല്ലൊരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു സ്റ്റാൻഡേർഡ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. പിന്നെ രണ്ടാമത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. TQM എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്തായാലും വേണം. പക്ഷേ അവിടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് എവറി എംപ്ലോയി, ഓരോ എംപ്ലോയിയുടെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായാൽ മാത്രമാണ് ആ ഗുഡ്സും സർവീസും ഏറ്റവും നല്ല രീതിയിൽ കസ്റ്റമറിലേക്ക് എത്തുള്ളൂ. അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക നമ്മുടെ ക്വാളിറ്റി എല്ലാ ലെവലിലും, ബിസിനസ്സിൻ്റെ എല്ലാ മേഖലയിലും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. ആൻഡ് ലീൻ മാനേജ്മെൻ്റ് ആണ് മൂന്നാമത്തത്. അതായത് ഇൻഎഫിഷ്യൻസീസ്, നമുക്ക് വേണ്ട രീതിയിൽ കാര്യക്ഷമത ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അനാവശ്യമായിട്ട് ഒരുപാട് വേസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ലീൻ മാനേജ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ കസ്റ്റമർ വാല്യൂ മാക്സിമൈസ് ചെയ്യാം. എങ്ങനെ മിനിമൈസ് വേസ്റ്റ്, പരമാവധി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വേസ്റ്റേജ് ചുരുക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമർ വാല്യൂ കൂട്ടുക. നാലാമത്തെയാണ് 6 സിഗ്മ എന്ന് പറയുന്നത്. അതായത് എത്രയൊക്കെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്രയൊക്കെ നോക്കിയാലും അത് ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാം. നമ്മൾ അത്ര ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് എല്ലാവർക്കും പറ്റില്ല. പെർസ്യൂട്ട് ഓഫ് സ്റ്റിൽ വർത്ത് വൈൽ. അപ്പോൾ ഇതിനൊരു 6 സിഗ്മ യൂസസ് ഡാറ്റ ഡ്രിവൺ ടെക്നിക്സ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് നിയർ പെർഫെക്റ്റ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്.
വിത്ത് ആൻ അബ്സല്യൂട്ട്ലി മിനിമം ഡിഫക്റ്റ് റേറ്റ്. സിക്സ് സിഗ്മ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് പരമാവധി നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിനെയും സർവീസിനെയും പെർഫെക്റ്റ് ആക്കുക. അതും മിനിമം ഡിഫക്റ്റ് റേറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ 4 ടൈപ്പാണ് പറയുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ്, രണ്ടാമത്തത് ടോട്ടൽ ക്വാളിറ്റി, മൂന്നാമത്തെ ലീൻ മാനേജ്മെന്റ്, നാലാമത്തെ സിക്സ് സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നെക്സ്റ്റ് അപ്പം നമ്മൾ ഇന്ന് 2 ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ളത്, രണ്ടാമത്തത് ഗ്ലോബൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്, ക്വാളിറ്റി മാനേജ്മെന്റിന്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട 7 പ്രിൻസിപ്പിൾ നമ്മൾ നോക്കി. അതിൻ്റെ 4 ടൈപ്സ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.